സ്റ്റൈൽ കാറുകളുടെ മത്സരയോട്ടം ക്വീൻസ് വാക്ക് വേയിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു ഈ മത്സരയോട്ടം. അതായത് നമ്മുടെ വണ്ടിക്ക് ഇപ്പൊ ഫുള്ള് ന്യൂസ് ചാനലൊക്കെ നിറഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ന്യൂസ് ചാനലൊക്കെ പറയണൊക്കെ ഫേക്കാണ്. അങ്ങനെ ഒരു അതായത് ഇവര് ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ മത്സരയോട്ടം നടത്തിയത് എന്നുള്ളൊരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും ലഭ്യമായിട്ടില്ല. സൈലൻസർ മാത്രമല്ല, വണ്ടിയൊക്കെ പോകുന്ന കണ്ട റോക്കറ്റ് പോകുന്ന പോലെ പോയതല്ലേ. ഡ്രൈവർമാരുടെ ലൈസൻസ് അടക്കം റദ്ദാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒപ്പം അവര് പറഞ്ഞ നമ്മൾ ലഹരി ഉപയോഗിച്ചിട്ടാണ് വണ്ടി എടുത്ത് സ്പീഡിൽ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുമായിരുന്നു പെട്രോൾ പമ്പിനകത്ത്. അവിടെ വന്നിട്ടാണ് പോലീസുകാരെ നമ്മളെ പിടിച്ചേക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വേറെ റേസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വണ്ടിയിൽ ഒരു അക്കോർഡ് ഉണ്ടായിരുന്നു, ഒരു സീപ്പും ഉണ്ടായിരുന്നു. അതിന്റെ സിറ്റിന്റെ കാര്യത്തിൽ നമുക്ക് അറിയേണ്ടത് ആരാ എന്താന്ന്. അതേപോലെ നമ്മൾ നിർത്തിയിട്ട സമയത്താണ് പിടിച്ചത്. ഇപ്പൊ ഈ ന്യൂസ് ചാനലൊക്കെ പറയണമെന്ന് വെറുതെ ഫേക്ക് ആണ്. 24 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലഹരി ഉപയോഗിച്ചത് നമ്മളെ എവിടെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് നിങ്ങൾ ജസ്റ്റ് തെളിയിച്ചാൽ മതി നമ്മുടെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായില്ലേ എന്നുള്ള കേസ്. റിപ്പോർട്ടിൽ എന്തൊക്കെയാണ്? റിപ്പോർട്ടിൽ മത്സരോട്ടം നടത്തി ചീറി പാഞ്ഞു പോകാനൊക്കെയാണ് റിപ്പോർട്ടറിൽ പറയുന്നത്. അവര് കണ്ടിട്ടില്ല, പോലീസുകാർ പോലും കണ്ടിട്ടില്ല ഞങ്ങൾ ചീറി പാഞ്ഞത്. പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പമ്പിൽ നിൽക്കുവാണ്, വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു ഇത് ഓൾട്ടറേഷൻ ആണ്. ഓൾട്ടറേഷൻ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ തടസ്സം നിന്നില്ല. ഈ ചാനലൊക്കെ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ കസ്റ്റഡിയിലാണ്. ഇതാണ് ഞങ്ങളുടെ കസ്റ്റഡി. ഞങ്ങളുടെ വെളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സ്റ്റേഷന്റെ ഫ്രണ്ട് ഞങ്ങൾ ഇപ്പോഴും നിൽക്കൂല. അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ. ഇവിടെ 1 മണി തൊട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെ പോലീസുകാർ പൊക്കോളാൻ പറഞ്ഞ വീട്ടിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയതായിരുന്നു. നമ്മളിപ്പോ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകാൻ മനസ്സിലാത്തോണ്ട് അങ്ങനെ നിൽക്കണായിരുന്നു. ഇപ്പൊ ചാനലുകാരൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞെടുക്കും. ഇതാണ് സത്യാവസ്ഥ. ശരിക്കും അവര് പറഞ്ഞൊക്കെ വെറുതെ ഫേക്ക് ന്യൂസ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ കാര്യം മൊത്തത്തിൽ അറിഞ്ഞിട്ട് പറയാൻ നിൽക്കുക, അല്ലെങ്കിൽ ഇവന് പറയാൻ നിൽക്കുക. ഇത് പറഞ്ഞ് ഫേക്ക് ന്യൂസ് പടത്തേണ്ട കാര്യം. ന്യൂസ് വിട്ടേക്കണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ആ ചാനലാണ് കറക്റ്റ് ആയിട്ട് ന്യൂസ് വിട്ടേക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ വെറുതെ ഫേക്ക് ആയിട്ടാണ് പറഞ്ഞേക്കണത്, നമ്മളെ പറ്റി പറഞ്ഞേക്കുന്നത്. വാഹന ഉടമകൾ പറയുന്നത് അവർ മത്സരയോട്ടം നടത്തിയിട്ടില്ല. അവർ സെൻട്രൽ പോലീസ് സ്റ്റേഷന് ഈ ക്യൂൻസ് വാക്ക്വേക്ക് അടുത്തുള്ള ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ ഈ 1 മണി സമയത്ത് ഈ അവധി ദിവസമായതുകൊണ്ട് തന്നെ രാത്രി വന്ന് അവർ റീൽ എടുക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്ന് ചോദിച്ചത് ഈ മത്സരയോട്ടം നടത്തുകയായിരുന്നു എന്ന്. എന്നാൽ മത്സരയോട്ടം നടത്തിയിട്ടില്ല. പക്ഷെ അവർ സമ്മതിക്കുന്നുണ്ട് വാഹനം മോഡിഫിക്കേഷൻ നടത്തി, അതിന്റെ സൈലൻസറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ശബ്ദത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നത്. നമ്മളൊന്നും ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ വണ്ടിയോട് സ്നേഹം കൊണ്ടിട്ട് വണ്ടി ഒന്ന് ചെറുതായിട്ട് മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്ത തെറ്റ്, ആകെ ചെയ്ത തെറ്റ്. ഇതിൽ എന്ത് തെറ്റിരിക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല.